വെറും ഒരു ടിവി ഫോൺ എടുക്കാൻ പോയ ഞങ്ങള് 70,000 രൂപ ബില്ലാക്കിയിട്ടാണ് പുറത്തിറങ്ങി. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടുന്ന് പെറുക്കി. കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ഐപാഡ് മേടിക്കുക എന്നുള്ളത്. അതും ഞങ്ങൾ വാങ്ങി. വാച്ച്, ഫോണ്, ടിവി, സകലമാന സാധനങ്ങളും ഞങ്ങൾ അവിടുന്ന് വാങ്ങി. പക്ഷേ ഇതെല്ലാം വാങ്ങാൻ ഞങ്ങൾക്ക് എവിടുന്ന വരുമാനം പറഞ്ഞു തരാം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞങ്ങൾ ഗെയിം കളിച്ചുണ്ടാക്കിയ പൈസ. ഇതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവര് ഗെയിം കളിച്ചാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത്. 70,000 രൂപയ്ക്ക് ഇവര് സാധനമൊക്കെ മേടിക്കുന്നു, ഐപോഡൊക്കെ മേടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്കും തോന്നില്ലേ? അതാണ് ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രം. ഇവർ 70,000 രൂപയ്ക്ക് സാധനം മേടിച്ച ബില്ലും ഇല്ല നിങ്ങളെ കാണിച്ചു തന്നു ഇല്ല. പക്ഷേ ഇവർ 70,000 രൂപയ്ക്ക് സാധനം വാങ്ങിയെന്ന് ഇവർ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. ഇതിനാണ് അവർ ആദ്യം പറഞ്ഞത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന്. ഇവർ പരിചയപ്പെടുത്തുന്ന ഒരു ബെറ്റിംഗ് ആപ്പാണ്. പിന്നെ ഇവരിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഈ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയും കളിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഇവർക്ക് അതിൽ നിന്ന് ഒരു ലാഭവും ഇല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇരട്ടി ക്യാഷ് വെച്ചുള്ള കളി ആയതുകൊണ്ട് സ്വന്തം റിസ്ക് കളിക്കാൻ ശ്രമിക്കുക. ഇതിൽ ക്യാഷ് വെച്ചുള്ള കളി ആയതുകൊണ്ട് നിങ്ങൾ